ഗുഡ് മോർണിംഗ്. ഇന്നുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഞങ്ങളിങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ദീപ്തി സീതത്തോടിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഷോർട്സ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു ചെടി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് കൽത്താമര എന്നാണ് കേട്ടോ. ഇത് നമ്മൾ കാട്ടിലൊക്കെ താമസിക്കുന്നവർ എണ്ണ കാച്ചാൻ വേണ്ടി സ്പെഷ്യലായിട്ട് എടുക്കുന്ന ഒരു ഐറ്റമാണെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. ഞങ്ങൾ ഇതുപോലൊരു ദിവസം ഇങ്ങനെ ഒരു ടൂറിന് പോകുമ്പോൾ എനിക്ക് ആ പാറയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതിൽ പൂവുണ്ടായി നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. ഇതൊരു ബിഗോണിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത്. പക്ഷേ ഒരുപാട് ചിലപ്പുകൾ വന്ന് കുറേ അധികം ചെടികളായിട്ട് എനിക്ക് കിട്ടിയിട്ടോ. ഞാൻ നിറയെ മതിലെല്ലാ ചട്ടികളും വെച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. പക്ഷേ ഇതിന് ഇങ്ങനെയൊരു ഗുണം ഉള്ളത് എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പക്ഷേ അതിൻ്റെ കറക്റ്റ് അനുഭവം അതൊന്നും നമുക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്, ഞാൻ കുരുമുളക് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ മഴ സമയത്ത് നട്ട് കഴിഞ്ഞാൽ വേഗം പിടിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് തൈകളുണ്ടായിരുന്നു. പക്ഷേ വീട് പണിയുടെ തിരക്ക് കാരണം വെള്ളം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മൊത്തം ഉണങ്ങിപ്പോയി. രണ്ടാമതായി മഴ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും കുരുമുളകിൻ്റെ തൈകൾ പിടിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരാൻ ശ്രമിക്കുന്നത് വേറൊന്നുമല്ല, ആ മുളക് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതിൽ കൂമ്പൊക്കെ വന്ന് നിൽക്കണം കേട്ടോ. ഒന്ന് രണ്ട് ഇലകളൊക്കെ ആയിട്ട് കുഞ്ഞു ഇലകളായിട്ട്. അപ്പോൾ അതിനർത്ഥം അത് കുരുമുളക് വേര് പിടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്താണെങ്കിൽ കുരുമുളകിൻ്റെ തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. കുരുമുളക് തൈ ഉണ്ടാക്കാൻ ഈ സമയത്ത് വളരെയധികം ഈസി ആട്ടോ. നമ്മളത് പുറത്തുനിന്ന് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു വലിയ കൊടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഈ കാണുന്നതേ, ഞാൻ കുറച്ച് ദിവസം കൂടി വന്നാലും 1.5 മാസമായിട്ടുള്ളൂ കേട്ടോ ഈ മാവിൻ്റെ തൈ വാങ്ങി വെച്ചിട്ട്. പക്ഷേ അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ക്ഷീണമുണ്ട്. പക്ഷേ നല്ലോണം പൂവിട്ട് നിൽക്കുന്നുണ്ട്, നല്ല പൂത്തലഞ്ഞ് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഒരുപാട് ഈച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ എനിക്കൊരു ടെൻഷൻ, ഇനി ഈ ചെടീനെ ഇങ്ങനെ ഈ ചെടിയിലിങ്ങനെ പൂക്കോല ഇങ്ങനെ നിർത്തിക്കുന്നത് കൊണ്ടാണോ ചെടിക്കൊരു വാട്ടം? അത് ഈ പ്രായത്തിൽ ഇനി ഇത്രയും ചെറിയൊരു തൈക്ക് ഇങ്ങനെ കായ ഉണ്ടാവാൻ പാടില്ലേ? അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് കട്ട് ചെയ്ത് കളയണോ, അതിൽ തന്നെ നിർത്തണമെന്നും അറിയില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണേ. മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ ചെറുതായിട്ട്. അപ്പോൾ എനിക്കൊരു പേടി, കാലാപ്പാടി എന്നെങ്ങാൻ ആന്ന് തോന്നുന്നു അതിൻ്റെ പേര് കേട്ടോ. പക്ഷേ ചില ഇലകൾക്ക് മാത്രം ഒരു വാട്ടമുണ്ട്, നിറയെ പൂത്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു പേടി, ഇനി അത് നാശമായി പോയാലോ എന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ദീപ്തി ചേച്ചിയുടെ കയ്യിൽ നിന്ന്. അതൊരു ദീപ്തി ചേച്ചി തന്നെയായിരുന്നു. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ തൈ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.